ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഹൊറർ ടെയിലിൻ്റെ പാർട്ട് 2 ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ സ്കൂളിലോട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഫസ്റ്റ് പാർട്ട് കാണാത്തവരെല്ലാം പോയി കാണുക ഗൈസ്, എന്നാലേ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇങ്ങോട്ടും എല്ലാം തപ്പി നടക്കുകയാണ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് നമുക്ക് നല്ല ഉപയോഗമായിരുന്നെങ്കിൽ. സ്വർണ്ണം പയ്യെ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എല്ലാം തപ്പാം, എന്തെങ്കിലുമൊക്കെ കിട്ടിയായിരുന്നു. അങ്ങോട്ട് ഇടിച്ചു വരണം, കണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ റിമോട്ട് കൺട്രോൾ ഇരിപ്പുണ്ട്. ഒന്നുമേ ഇല്ല. നമുക്ക് നമ്മുടെ റിമോട്ട് കൺട്രോൾ മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ഇവിടെ എന്തോ ഉണ്ട്, എന്തോ അവിടെ ഇവിടുന്ന് വേറെ വഴി, ഇവിടുന്ന് കുറച്ചടി പോകാൻ പറ്റും. അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ടൊക്കെ വന്ന് തപ്പയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗീസ്. അവിടെ നിന്നൊന്നും കിട്ടിയില്ല ഗീസ്. നമ്മൾ നേരെ നമ്മുടെ ഫാമിലോട്ട് വന്നിട്ടുണ്ട് ഗീസ്. നമുക്ക് കഴിഞ്ഞ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പിടിച്ച് ചുമരി കയറ്റി ഗീസ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് വെച്ചിട്ട് വരാം ഗീസ്. വേണ്ട സൈഡിറങ്ങി പോയി ഗീസ്. നമുക്ക് കാമറ നോക്കാം. ഇവിടെയാണ് നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ ഇവിടെ ഇടാൻ വേണ്ടി നമുക്ക് സ്ക്രൂ ഡ്രൈവർ നമുക്ക് പുറത്തിറങ്ങേണ്ട ഈ സ്ക്രൂ ഡ്രൈവർ അങ്ങനെ നമുക്ക് ഇടാം, അങ്ങിടാം. അതാണ് നമുക്ക് നല്ലത്. നമുക്ക് പുറത്തിറങ്ങാം. എന്താണ് ഇവിടെ ആരുമില്ല മാമ, ഇവിടെ ആരുമില്ല. പക്ഷേ അങ്ങനെ എത്തി നോക്കുകയാണ് അവിടെ നിന്ന് കാണാൻ. അങ്ങനെ അങ്ങ് പോകുന്നു. അവിടെ നിന്നോ, ഞാൻ പെട്ടെന്ന് പോയി എടുത്തിട്ടില്ല. ഓക്കെ, വേറെ അറിയില്ലൊക്കെ നിന്നൊക്കെ കണ്ണുണ്ട് ഇവിടെ. ഞാൻ നിന്റെ ബാക്കിലാണ് പോയത്. എടുക്കടാ, അവിടെ ഇട്ടിട്ട് നമ്മൾ രണ്ടിട്ട് എടുക്കടാ. ഓക്കെ, ഇവിടെ റിമോട്ട് കൺട്രോൾ എടുക്കണം. എന്തായിരുന്നു ഞാൻ അതെടുത്ത് നമ്മുടെ വണ്ടിയുടെ പറ്റിട്ടുണ്ട്. എൻ്റെ ലംബോർഗിനിയിനകത്തുണ്ട്. നമ്മുടെ പടക്കപ്പുതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ലിറ്ററലി എന്താണ് പണിയെന്ന് വെച്ചാൽ ഇവിടെ ഈ റിമോട്ട് വെച്ച് നമുക്ക് ഒരു കാർ ഓടിക്കാറുണ്ട് ഗീസ്. ഓക്കെ, ഈ കാർ. ഓക്കെ, ഈ കാർ ഓടിക്കാൻ നല്ല പാടാണ് ഗീസ്. നമ്മൾ കാർ ഓടിക്കാൻ 100-110 പറപ്പിച്ച് വരുന്നുണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ പയ്യ കൊണ്ടു പോവുകയാണ്. അടിച്ചോ, എന്താടാ ഇത് എത്ര സ്പീഡ് പോലെ അത് ഇരിക്കുകയാണ്. നമുക്ക് ഈ സൈഡ് വഴിയെല്ലാം കൊണ്ടുപോകാൻ വല്ല വഴിയുണ്ടോ? ഈ ഞാൻ എന്താണ് കാണിക്കണമെന്ന് എനിക്ക് വല്ല അറിഞ്ഞൂടാ. ഓക്കെ, നമ്മൾ ഒന്നിന് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെവിടെ ഇടിച്ച് കയറ്റണം ഞാൻ? ഇത് ഓട്ടിക്കാൻ നല്ല പാടാണ് ഗീസ്. ഓക്കെ, കയറങ്ങോട്ട്. ഓക്കെ, അത് കയറുന്നുണ്ട് ഗീസ്. പയ്യെ അതങ്ങ് കയറ്റി നമ്മളങ്ങ് മുകളിലോട്ട് കൊണ്ടുപോവുകയാണ് ഗീസ്. ഓ യെസ്, കയറി ഗീസ്. കുന്തം കയറി. ഒരു വിധം കയറിയതായിരുന്നു ഗീസ്. ഇവിടെ എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് പയ്യെ അങ്ങോട്ട് പോയാൽ മതി ഗൈസ്. പക്ഷെ പയ്യെ പോകാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഇതിൽ ഞാൻ ജയിച്ചിരിക്കും ഗൈസ്. ജയിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തു. തോറ്റാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തോ ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, നമ്മൾ ഒരുവിധം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഓക്കെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്.
ഇത് നമ്മൾ എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ആ കാറിൻ്റെ അടിയിൽ ബാറ്ററി ഉണ്ട് ഗൈസ്. അത് ഇളക്കാൻ ഒരു സ്ക്രൂ ഡ്രൈവർ വേണം. അതിനാണ് ഗൈസ് നമ്മൾ ആ സ്ക്രൂ ഡ്രൈവർ എടുത്തത്. ഓക്കെ, ഇങ്ങനെ കൂടെ ഉണ്ട്. കളഞ്ഞ് ഇങ്ങോട്ടൊന്ന് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വേക്കുന്ന തന്നെ ഉണ്ട് ഗൈസ്. ആരും പേടിക്കണ്ട, ഇങ്ങനെ വേക്കുന്ന തന്നെ ഉണ്ട്. ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. എവിടെയാണ് സ്ക്രൂ ഡ്രൈവർ ഇട്ടല്ലോ? ഇങ്ങോട്ടോ ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഞാനും നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഇതേ പോകുന്നു. ഓക്കെ മാമ, ഞാനവിടെ ഇല്ല, ടാറ്റ. മാമനെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പോകട്ടെ മാമ. ഓ ഇവിടെ ആരുമില്ല, അവിടെ ആരുമില്ല ഗൈസ്. നമുക്ക് കറങ്ങി പോകും. ഓക്കെ, നമുക്ക് നമ്മുടെ അതിൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇങ്ങേർക്ക് ബുദ്ധി വെച്ചടാ. എപ്പോ തൊട്ടാ ഇങ്ങേർക്ക് ബുദ്ധി ഉണ്ടായത്? ഐ ആം പ്രൗഡ് ഓഫ് യു മാമ. മുയൽ കള്ളനല്ലല്ലോ, മുയൽ കില്ലർ, റാബിറ്റ് കില്ലർ. ഓക്കെ, വണ്ടിയെ കമത്തി കടത്തിയിട്ട് ഗൈസ് നമ്മൾ ഊരുന്നുണ്ട് ഗൈസ് ബാറ്ററി. വേറെ ഒന്നും വിചാരിക്കില്ല. ഓക്കെ ഓക്കെ, സമയം അങ്ങ് പോകുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മുടെ വണ്ടിയിനകത്ത് വെക്കാം. അയ്യോ ഗൈസ്, എന്തെങ്കിലും സൗണ്ടിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ സോറി ഗൈസ്. ഓക്കെ, നമ്മൾ കത്തിച്ചങ്ങ് വിടുന്നുണ്ട്. നമ്മളെവിടെയാണ് പോകുന്നത്? നമ്മൾ ഇത് കൊടുക്കാനാണ് പോകുന്നത്. നമുക്ക് ഇതും കൂടെ കൊടുത്താൽ മതി ഗൈസ്. പിന്നെ 3 സാധനം കംപ്ലീറ്റ് ആവും ഗൈസ്. ഓക്കെ, നമ്മൾ ബാറ്ററി ഇവിടെ എത്തിച്ചിട്ട് ഉണ്ട്. എടാ ബാറ്ററി. ഓക്കെ, നമ്മൾ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ബൈനാക്കുലർ നീഡിൽ വേണം. പിന്നെ നമ്മുടെ ക്യാന് വേണം ഗീസ്. 3 സാധനം കൂടെ ഉണ്ടെങ്കിൽ ഒക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് നാട് കിടക്കാം. ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഗീസ്. ഓക്കെ, ഇങ്ങനെ ഇവിടെ ഉണ്ട്. നമുക്ക് പയ്യെ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് നമുക്ക് ഇവിടെ എല്ലാം തപ്പണം ഗീസ്. അയ്യോ, ഇങ്ങനെ ബാക്കി ഉണ്ടായിരുന്നു. എപ്പോൾ തൊട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഇങ്ങനെ ഉണ്ടായിരുന്നു സെവൻസ്. ഇതിൻ്റെ ഇതിൻ്റെ കൂടെ വെട്ടിപ്പിക്കുന്നുണ്ട്. നല്ല ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ വെട്ടിപ്പിക്കുന്ന ഒരു സാധനം ഇവിടെ ബോറിംഗ് ആണ് ഗീസ്. അപ്പം നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഏതല്ല ഗീസ് നമ്മൾ സ്പീഡപ്പ് ചെയ്യുക. നാട് വിടുന്നുണ്ട്. എങ്ങോട്ടാണ് ഗീസ് നമ്മൾ നാട് വിടുന്നത്? നമ്മുടെ ഫാമിലോട്ടാണ്. നമ്മുടെ ഫാമിലോട്ട് നമ്മൾ നാട് വിട്ടു പോവുകയാണ്. ഓക്കെ, അമ്മേ സുഖം തന്നെ മാമ. ഓക്കെ, നമ്മളെ ഫ്രണ്ടാവാനാണ് നീ പറയണത്. ഫ്രണ്ടാവാൻ നോക്കാം നീ. പക്ഷേ ഇങ്ങനെ പിടിച്ച് നമ്മളെ തിന്നും നീ. കള്ളൻ മുതൽ കള്ളൻ. സാധനങ്ങളൊക്കെ ആയിരിക്കും കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടത്. നമ്മളെ കൊല്ലാണ്ട പ്ലാൻ റെഡിയാക്കും. ഗ്യാസോലീൻ ഇവിടെ ഗ്രാനിയിലുള്ള ഗ്യാസോലീൻ കിട്ടിയിട്ടുണ്ട്. സൗണ്ടൊന്ന് വരുന്നിട്ട് പോയിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ. എനിക്ക് പോകേണ്ട സമയം. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലൂടെ? പോകാൻ പറ്റുമോ? പോകാൻ പറ്റാത്തത്
നമുക്കിങ്ങനെ വെട്ടിച്ചിട്ട് അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ മരത്തിൻ്റെ ഫാക്ടറിയിലോട്ട് പോവുകയാണ്. നമ്മുടെ മര ഫാക്ടറിയിലോട്ട് പോവുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മരങ്ങൾ മുറിച്ചിടുന്ന ഫാക്ടറി. ഇവിടെ നിന്നൊരു സ്ലീപ്പിംഗ് ബ്രീഫ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതേ വൃത്തി എന്താണ് ഇവിടെ എന്തെങ്കിലും കാണുന്നു. കോള് വരുന്നുണ്ട്. ഇത്തിരി കഴിഞ്ഞ് വിളിക്കാന്ന് പറയാനാണ്. ജനറേറ്ററിൽ ഫ്യുവൽ ഇല്ലായിരിക്കും. നമുക്ക് ഫ്യുവൽ വേണം. അതിനാണ് ഞാൻ ഇത്തിരി മുമ്പ് കണ്ട ഫ്യൂൽ എടുത്തിട്ട് എന്താ ലംബോർഗിനി രാത്തിട്ടോ അതോ കളഞ്ഞോന്ന് അറിയത്തില്ല. നോക്കാം. ലംബോർഗിനി രാത്ത് ഉണ്ടായാലായിരുന്നു. നമ്മുടെ ലംബോർഗിനി രാത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതും കൊണ്ട് നേരെ നമ്മുടെ ആ സ്ഥലത്തോട്ട് കത്തിച്ച് വാങ്ങി 100 കത്തിട്ട് വാങ്ങി. ഓക്കെ, ജനറേറ്ററിലോട്ട് ഫുള്ള് പിന്നെ നമുക്ക് ചിലപ്പം നമുക്കിവിടെ ഒരു റൂം കണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ റൂം കണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. സോറി ഗൈസ്, ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, എവിടെയോ പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റിയ സമയമാണ്. ഫ്യൂൽ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലോഗ് കിടക്കുന്നുണ്ട്. കണ്ടോ അവിടെ വാതിലുണ്ടായിരുന്നു. ആ ലോഗ് എങ്ങനെ എനിക്ക് നോക്കുന്നത് എന്താണ്? ഓക്കെ, ഇവിടെ എന്തോ ഉണ്ട്. ഓക്കെ, സദാ ലോകിനങ്ങ് മുറിച്ചങ്ങ് കളയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങേണ്ട വഴിയുണ്ട്. അയ്യോ, അങ്ങേര് വരുന്നു. ഇത്രയും നേരം അങ്ങേർക്ക് വരണ്ടായിരുന്നു. ഇപ്പൊ തന്നെ അങ്ങേർക്ക് വരണോ? ഇവിടെ ഒന്നുമില്ലല്ലോ. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഇവിടത്തെ പത്ത് അപ്പോ അങ്ങേരിപ്പത്തിരി നമ്മൾ കയറ്റി. നമ്മൾ അങ്ങേരെ ഒന്ന് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ഥലത്തോട്ട് പോകാം. ഓക്കെ, ഇവിടെ നമുക്ക് മെറ്റൽ. ഓക്കെ, ഇതെന്തിനെന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ നമ്മുടെ സ്കൂളിലൊരു സ്ഥലം കണ്ടല്ലോ. ഒരു സാധനം മുറിക്കാനുള്ള ഇരുമ്പ്. ഓക്കെ, അത് മുറിക്കാനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നേരെ പോകുന്നുണ്ട് ഗൈസ്. നമ്മൾ അതായിരുന്നാൽ കൊള്ളാമായിരുന്നു. ഓക്കെ, നമ്മൾ നമ്മുടെ മെറ്റൽ സിസേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ വല്ല അങ്ങേർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഈ സൈഡോടെ അങ്ങ് വലിഞ്ഞു പോവാം. അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളിതിട്ട് വിളിക്കുന്നുണ്ട്. അവിടെ നോക്കുകയാണ്. നിങ്ങൾക്ക് ചെവി ഇട്ടൂടാൻ തോന്നുന്നു ഗൈസ്. നമുക്ക് സിംഗറിന് ചെവി ഇട്ടൂടായി. ഇത് നമ്മളെ ഗ്രാൻഡ് പേ പോലെയാണ് ഗൈസ്. നമ്മുടെ ഗ്രാൻഡിയിലെ ഗ്രാൻഡ് പേ പോലെയാണ് ഈ സിംഗർ. അമ്മേ, അടുത്ത മുമ്പ് ഇങ്ങോട്ട് തിരിച്ചു. അപ്പം അങ്ങനെ ചെവി കേൾക്കാം. നേരത്തെ കേട്ടൂടാ. അല്ലെങ്കിൽ ഒരാവശ്യത്തിന് വിളിക്കാം. അതങ്ങനെയാണ്. ഓക്കെ ഗൈസ്, സ്കാൻ. അത് നമുക്ക് നല്ലൊരു സാധനമാണ്. നമുക്ക് സ്കാൻ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഉപയോഗമുള്ള ഒരു സാധനമായിരുന്നു. സ്കാൻ കിട്ടി. നമുക്ക് ബൈനാക്കുലർ വേണമെങ്കിൽ പിന്നെ നീഡിൽ വേണം. ഇത് രണ്ടും കൂടെ മതി. സ്കാൻ നമുക്ക് നീടി നമ്മുടെ ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് എത്തിക്കാം. അതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ലെയറിൽ വന്നിട്ടുണ്ട്.
ഇവിടെ നമുക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും സാധനം കാണുമോ? ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ക്രൗബാർ കിട്ടിയിരുന്നു. എനിക്കൊരു ഡൗട്ട്, അത് നമ്മള് ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചെന്ന് തോന്നുന്നു. ഒരു ട്രാപ്പ് ഡോർ കണ്ടിരുന്നു, അവിടെ ഉപയോഗിക്കാൻ പറ്റുമോ നോക്കട്ടെ. ട്രാപ്പ് ഡോർ കാണുന്നില്ല ഗീസ്, ഞാൻ അതൊന്ന് കണ്ടുപിടിക്കട്ടെ. ഓക്കെ ഗീസ്, അപ്പം ഞാൻ അത് എത്ര നോക്കിയിട്ടും കാണുന്നില്ല ഗീസ്. അതുകൊണ്ട് ഞാൻ നോക്കുന്ന ആ പാർട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ട് ഗീസ്. കാണുന്നില്ല ഗീസ്. അതാണോ ഗീസ്? വേറെ എവിടെയോ ഉണ്ട് ഗീസ്. അത് എവിടെ നിന്നാണ് ഗീസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഗീസ്? നിങ്ങൾക്ക് പിന്നെ വേറെ വല്ല അതാണ്ട ഓക്കെ, നിങ്ങൾക്ക് വേറെ വല്ല ഹൊറർ ഗെയിംസ് അറിയാമെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക ഗീസ്. ഇതെന്താണ് മീസാ? ഓക്കെ, നമുക്ക് ഇവിടെ വഴിയുണ്ടെന്ന് തോന്നുന്നു ഗീസ്. ഇവിടെ കുറേ വഴിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഈ മെയ്സ് ഒന്ന് നമുക്ക് സോൾവ് ചെയ്യാം ഗീസ്. അതും ഇത്തിരി സ്പീഡാക്കുന്നുണ്ട് ഗീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും സ്പീഡാക്കിയിട്ടുണ്ട് ഗീസ്. ഇത് കാണാൻ നിങ്ങൾക്ക് ഞാൻ കുറേ സ്ഥലത്ത് പോകുന്നുണ്ട് ഗീസ്. എന്നിട്ട് മെയ്സ് കിട്ടുന്നില്ല ഗീസ്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങേരി ഇടയിൽ കയറി വന്ന് പിന്നെ അതൊരു ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഗീസ് ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു 10 സെക്കൻഡ് ബാക്ക് അടിച്ചിരുന്നു കാണാനായിട്ട് ഗീസ്. നമ്മൾ വഴി തെറ്റി പുറത്താണ് ഇറങ്ങിയിട്ടുള്ളത് ഗീസ്. നമ്മൾ ഫൈനലി നമുക്ക് വഴി കിട്ടിയിട്ടുണ്ട്. ഇതെന്തോ ഓക്കെ ഗീസ്, ഇത് മറ്റേ സ്ഥലമാണ് ഗീസ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇങ്ങേരി പിടിച്ചുകൊണ്ട് നമ്മളൊരു സ്ഥലത്ത് ഇടുന്നു ഗീസ്. അവിടെ വെച്ച് ഞാൻ പറഞ്ഞതാണ് ഗീസ്, നമ്മുടെ നീഡിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന്. ഓക്കെ ഗീസ്, അത് ശരിയാണ് ഗീസ്. നീഡിലേക്ക് നെയിൽസ്. ഓക്കെ, ഇതിനോട് ക്രോബാർ ചെയ്യണോ അറിയത്തില്ല ഗീസ്. ഞാൻ ഇവിടെ എന്തിനാണ് വന്നത്? ഈ മറന്നു ഗീസ്, ഞാൻ എന്തിനാണ് വന്നതെന്ന്. ഓക്കെ, പ്രത്യേകിച്ചൊന്നും ഇല്ല ഗീസ്, നമുക്ക് ഇവിടെ ഒന്ന് പോകാം ഗീസ്. നമുക്ക് നമ്മുടെ ട്രീ ഹൗസിലോട്ട് പോകാം. ട്രീ ഹൗസിൽ പോയിട്ട് ഗീസ് നമുക്കിതെല്ലാം അവന് കൊടുക്കാം ഗീസ്. ഓക്കെ ഗീസ്, ഞാൻ ഇന്ന് 2 ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗീസ് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ. അത് കാണാത്ത എല്ലാവരും പോയി കാണുക ഗീസ്. നമ്മുടെ ക്യാൻ കിട്ടിയിട്ടുണ്ട് ഗീസ്. നമ്മൾ ഇത് നേരി നമ്മുടെ ഇങ്ങോട്ട് കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഗീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗീസ്. എല്ലാവർക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇതുവരെ കണ്ടവരെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അടിച്ച് കയറി ചെയ്യുക ഗീസ്. പിന്നെ വേറെ ഗെയിംസൊക്കെ കമൻറ്റ് ചെയ്യുക ഗീസ്.